ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക് ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ചയാകും. കേസിൽ ദീപക് പട്ടോവാരിക്ക് ജാമ്യമില്ല. എറണാകുളം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ആജ്ഞ, ഈ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തുന്ന സംഭവം അത് വലിയ തോതിൽ ചർച്ച ചെയ്താണ്. അതിൽ ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ പല സാഹചര്യത്തിലും വരുന്ന ലിസ്റ്റിൽപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക് എത്തി അവർ എങ്ങനെയാണ് പരിശോധന? ഈ പറയുന്ന നേരത്തെ വന്ന പേരുകളിലേക്കൊക്കെ അന്വേഷണം വീണ്ടും പോകുമോ? അധികം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത്. അതിൽ നമുക്കറിയാം സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ അതിൽ വരികയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നതാണ്. ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ നടത്തിയ ആ അറസ്റ്റിലാണ് ബംഗാൾ സ്വദേശിയായ വിശ്വദാസ് ദീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അയാളോടൊപ്പമാണ് ഈ ദീപക് പട്ടോവാരിയെയും അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു സെഷൻസ് കോടതിയിൽ. പക്ഷേ മാർച്ച് 13 ദീപക് പട്ടോവാരി കീഴടങ്ങണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. പക്ഷേ മാർച്ച് 13 ദീപക് പട്ടോവാരി കീഴടങ്ങിയില്ല. അതുമാത്രമല്ല, ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സെഷൻസ് കോടതി ദീപക് പട്ടോവാരി കീഴടങ്ങിയാൽ മാത്രമേ ജാമ്യം അനുവദിക്കുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് കോടതി ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലേക്ക് പോയത്. പക്ഷേ ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും കസ്റ്റംസ് സർവീസ് തമ്മിൽ, പ്രിവെന്റീവ് സെക്ഷൻ തമ്മിൽ ഒരു സംയുക്ത കൂടിക്കാഴ്ച നടത്തുകയാണ്. സംയുക്ത യോഗം ചേരുകയാണ്. ഈ മാസം 20 മുതലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരുന്നത്. CAGയുടെ റിപ്പോർട്ട് അനുസരിച്ച് 15,849 വാഹനങ്ങളാണ് ഭൂട്ടാന്റെ നിന്നും ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ അനധികൃതമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല, ഇത്തരത്തിൽ എഞ്ചിന്റെ അതുപോലെ ചേസിസ് നമ്പറിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിൽ വ്യാജരേഖ ചമച്ചിട്ട് തന്നെയാണ് ഇത്തരം വാഹനങ്ങൾ കടത്തിയിട്ടുള്ളതും ഇത്തരം വാഹനങ്ങളാണ് കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നുള്ള കണ്ടെത്തലുണ്ട്. ഇത് ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും കസ്റ്റംസ് സർവീസുകൾ തമ്മിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം ചേരുകയും അതിൽ തുടർ നടപടികൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. അതേസമയം ഈ നേരത്തെ കസ്റ്റംസ്, അതായത് കൊച്ചിയിൽ നിന്നുള്ള കസ്റ്റംസ് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ 5 പേരെ ബംഗാൾ സ്വദേശിയും അതുപോലെ ദീപക് പട്ടോവാരി ഉൾപ്പെടെയുള്ള 4 അസമീസിനെയും പിടികൂടിയത്. ദീപക് പട്ടോവാരി അസമിലെ ഒരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അയാളെ ഉപയോഗിച്ചിട്ടാണ് ഇത്രയധികം വ്യാജരേഖകൾ ചമച്ചതും സർക്കാർ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദീപക് പട്ടോവാരിയുടെ നേതൃത്വത്തിലാണ് ചമച്ചതുമെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ദീപക് പട്ടോവാരിക്ക് ജാമ്യം നൽകുക എന്നുള്ള കാര്യത്തിൽ തന്നെ ആലോചന വേണമെന്നുള്ള കാര്യം കസ്റ്റംസ് നേരത്തെ അറിയിച്ചിരുന്നതുമാണ്. ഈ ദീപക് പട്ടോവാരിയുടെ മാർച്ച് 13 കീഴടങ്ങണമെന്ന് കോടതി, 13 മുൻപ് കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം അനുസരിച്ചില്ല. അതേ തുടർന്ന് ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയപ്പോഴാണ് കീഴടങ്ങാതെ ജാമ്യം നൽകില്ല എന്നുള്ള നിലപാടിൽ കോടതി എത്തിച്ചേർന്നത്. എന്തായാലും ദീപക് പട്ടോവാരിയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനം ഇൻഡോ ഭൂട്ടാൻ കസ്റ്റംസ് ഓഫീസർമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഈ 20-ാം തീയതി മുതൽ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ വ്യാജരേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത ശേഷം വീണ്ടും ഇറക്കുമതി ചെയ്ത വാഹനങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജരേഖകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാകും. ഇതിനെന്ത് നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യവും പ്രധാനമായും ഇരു രാജ്യങ്ങളുടെയും കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം തമ്മിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലോ. ആജ്ഞ, ഈ ഓപ്പറേഷൻ നുംകോർ അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതേ തുടർന്നാണല്ലോ ഈ സംഭവങ്ങൾ മുഴുവൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇന്ത്യയുടെയും ഭൂട്ടാന്റെയും കസ്റ്റംസ് സംഘം സംയുക്തമായി യോഗം ചേരുമ്പോൾ എങ്ങനെ ഈ ആഡംബര വാഹനക്കടത്ത് തടയാം എന്നുള്ള ഒരു ഫൈനൽ ഒരു തീരുമാനങ്ങളിലേക്ക് എങ്ങനെ ഒരു ചട്ടക്കൂടുണ്ടാക്കുക, ഇത് പൂർണ്ണമായിട്ടും എങ്ങനെ അടയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യങ്ങൾ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നികുതി വെട്ടിച്ചുള്ള വാഹനക്കടത്ത് തടയാനുള്ള
നടപടികളാണ് യോഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. അതുമാത്രമല്ല, ഇരു രാജ്യങ്ങളും വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറുകയും അതിൽ ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തി, അതല്ലെങ്കിൽ അതിൻ്റെ ചേസിസ് നമ്പറും അതുപോലെ എഞ്ചിനും അതുപോലെ തന്നെ അതിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി, അത് വ്യാജമായി ചമച്ചുണ്ടാക്കുന്ന രേഖകൾ, അത്തരം രജിസ്ട്രേഷനുകളാണ് നടന്നിട്ടുള്ളത്. 15,849 വാഹനങ്ങളാണ് CAGയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ആ ഒരു കണക്ക് കൂടി കണക്കിലെടുക്കുമ്പോൾ തന്നെ ഈ അടുത്ത് തന്നെയും കോഴിക്കോട് നിന്നും വാഹനങ്ങൾ പിടിച്ചെടുത്ത സാഹചര്യമുണ്ട്. അതുപോലെ കൊച്ചിയിൽ നിന്ന് മാത്രമായിട്ട് 50 വാഹനങ്ങൾ, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 50 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കൊച്ചിയിൽ നിന്ന് മാത്രമായിട്ട് 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഈ വാഹനക്കടത്ത്, പ്രത്യേകിച്ചും ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കടത്തുന്ന സാഹചര്യം വളരെ രൂക്ഷമാണ്. ഇതിൽ വലിയ കള്ളക്കടത്താണ് നടക്കുന്നത് എന്നുള്ള കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. കസ്റ്റംസിന്റെ വിവിധ വിഭാഗങ്ങൾ, അതായത് കൊച്ചിയിൽ നിന്നുള്ള വിഭാഗമാണ് ഈ ഷില്ലോങ്ങിൽ നിന്നാണ് അസം സ്വദേശികളായിട്ടുള്ള, അതായത് ദീപക് ഭട്ടവാരി ഉൾപ്പെടെയുള്ള ആളുകളെ 4 പേരെ അറസ്റ്റ് ചെയ്തത്. അതിനു മുൻപ് തന്നെ ഈ ബംഗാളി സ്വദേശിയായിട്ടുള്ള വിശ്വദാസ് ദീപിനെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിശ്വദാസ് ദീപ് എന്ന് പറയുന്ന ആൾ ഒരു പ്രമുഖ IT കമ്പനിയിലെ സീനിയർ എഞ്ചിനീയറാണ്. ഇങ്ങനെ തന്നെ, അതായത് പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജരേഖ ചമയ്ക്കാൻ കെൽപ്പുള്ള IT പ്രൊഫഷണലും അതുപോലെ ജില്ലാ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥനും ഒക്കെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പിന് കളമൊരുക്കിയത് എന്നുള്ള കണ്ടെത്തലാണ് പ്രാഥമികമായി ഇതിനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിൽ മറ്റാരെങ്കിലും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, ഈ 15,849 എന്ന് പറയുന്ന കണക്കിന് അപ്പുറത്തേക്കുള്ള വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ വാഹനങ്ങൾ കടത്തുമ്പോൾ ഈ കസ്റ്റംസ് വിഭാഗത്തിന് ഏത് സാഹചര്യത്തിലാണ് അതിന് തടയിടാൻ കഴിയുക, വ്യാജരേഖകൾ ചമച്ച വാഹനങ്ങൾ, അതായത് അനധികൃതമായി കടത്തുന്ന വാഹനങ്ങൾ ഏത് തരത്തിലാണ് തടയിടാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വരുന്ന 20-ാം തീയതി മുതൽ ഉണ്ടാകുന്ന കൊച്ചിയിൽ ചേരുന്ന യോഗത്തിൽ ഈ ഇരു രാജ്യങ്ങളുടെയും കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം ചർച്ച ചെയ്യുന്നത്. അതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിന് വലിയ പ്രാധാന്യമാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് മുന്നോട്ട് വച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, നടപടിക്രമങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യാജരേഖകൾ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെയും ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ 1 മാസമായി നടത്തിയിട്ടുള്ള പരിശോധനയുടെയും സെർച്ചിൻ്റെയും ഫലമായിട്ടാണ് ഈ 5 പേരെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിരുന്നത്. അത് കൊച്ചി കസ്റ്റംസ് വിഭാഗമാണ് ഈ 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും. തുടർന്നുണ്ടായ പരിശോധനയിൽ ആണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ചർച്ചയിലേക്കും ഇവർക്ക് കൊച്ചിയിൽ കസ്റ്റംസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഭൂട്ടാനിൽ നിന്നുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക എന്നുള്ള ഒരു കാര്യത്തിലേക്കും കടക്കുന്നത്. എൽദോ, ശരി. എന്നാണെങ്കിലും ഇൻഡോ ഭൂട്ടാൻ കസ്റ്റംസിന്റെ സംയുക്തമായിട്ടുള്ള യോഗത്തിൽ ഈ ശ്രമങ്ങളെല്ലാം ഉണ്ടാകുമെന്നാണ് ആജ്ഞ വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.